ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. വിശേഷപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുഞ്ഞാപ്പേട് സ്കൂളിലെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു സ്ലീവ്ലെസ് ഒരു ടോപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇതിട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മേക്കപ്പുകളൊന്നും കഴിഞ്ഞിട്ടില്ല. മേക്കപ്പൊക്കെ ചെയ്യട്ടെ കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്ന വിശേഷങ്ങൾ, അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാവേ. അപ്പോൾ ഇതേ ആദ്യം തന്നെ കണ്ണെഴുതാൻ പോവാണ്. ആരോ വരുന്നുള്ള പോലെ തോന്നി. എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ സ്വർണ്ണവള ഞാൻ പിന്നെ എടുത്തിട്ടു കേട്ടോ. കാരണം ഞാൻ കുപ്പിവള മേടിച്ചായിരുന്നു. കുപ്പിവള ഇടാനൊരു നാണമൊക്കെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോയ വളയാണ്, സൈഡ് പോയിരിക്കുവാണ്. എന്നാലും ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വന്നു കഴിയുമ്പോൾ ഊരി വെക്കണം. എന്നെ ചൂടാണല്ലേ? നിങ്ങളുടെയൊക്കെ അവിടെ ചൂടുണ്ടോ? ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പം ഇങ്ങോട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നതാണോ എന്നൊക്കെ പെട്ടെന്ന് ഞാൻ ഓർക്കും. കുഞ്ഞിൻ്റെ ഓർഡറാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ഓർഡറാണ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ മേക്കപ്പിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. ചെറിയൊരു പൊട്ടെടുത്തുകൊണ്ട് വരട്ടെ. പൊട്ടൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കും. ആ പൊട്ടൊക്കെയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആരൊക്കെയോ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇന്നതേ കമ്മൽ, എൻ്റെ പുതിയ കമ്മലാണ് കേട്ടോ. ഞാനൊരു ചേരുന്നൊരു കമ്മൽ മേടിച്ചത് കഴിഞ്ഞ ദിവസം. എൻ്റെ ഈ ഡ്രസ്സിന് ചേരുന്ന ഒരു കമ്മൽ മേടിച്ച്, റെഡ് കളർ കാണാം. റെഡ് കളർ കമ്മലും കൂടി ഇട്ട് അപ്പോൾ ഇതാണ് റെഡ് കളർ കമ്മലും കൂടി ഇട്ട് ഇനി സിന്ദൂരം കൂടെ തുടങ്ങും. അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞ അവസാനത്തെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇല്ല. ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തൂക്കാൻ. ടിഷ്യൂ പേപ്പർ ഇല്ല. ഇതിപ്പോൾ ഡാൻസ് കളിക്കാൻ പോകുന്ന ഞാനാണോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു സൂപ്പർ ഷെയ്ഡാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇത് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് കഴിയുമ്പോഴല്ല, ഇറങ്ങുമ്പം കാണിക്കാവേ. അവിടെ വരെ പോകുമ്പോൾ, അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ അവിടെ നിന്ന് കാണിക്കാം. ഇപ്പോൾ റോട്ടിൽ കൂടെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. സ്പീഡിൽ നടക്കുന്നില്ല. സ്പീഡിൽ കിടന്നൊക്കെ ഏതൊക്കെയോ. ജൂൺ മാസം മുതൽ ഹെഡ് മിസ്ട്രസ്സായി ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. ഈ പദവി ഏറ്റെടുക്കാൻ ധൈര്യവും പിന്തുണയും നൽകിയ കോർപ്പറേറ്റ് മാനേജർ ഡൊമിനിക് അച്ഛൻ, സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന പൂർണ്ണ പിന്തുണ നൽകുന്ന
മാനേജർ. ഈ പഠനത്തിൽ ക്ലാസ് സെക്കൻഡ് ആയിട്ടുള്ളതാണ് ക്ലാസ് 1 ദേവനാരായണൻ കെഎം. ഞാൻ ഏകദേശം ഒരു 12:30 കൂടി സ്കൂളിൽ ചെന്ന് കിട്ടുമെന്നേ. അപ്പോഴത്തേനും സമ്മാനദാനമൊക്കെ ആയിരുന്നു. പിള്ളേരുടെ ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ സമ്മാനം കൊടുക്കൂലേ, അതൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യോഗ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പിള്ളേരുടെ പരിപാടി. അപ്പോൾ കുഞ്ഞാണെങ്കിൽ എന്നെ കണ്ടപാടെ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഓടി എൻ്റെ മടി വന്നിരുന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം എൻ്റെ മടി വന്നിരുന്നാണ് കണ്ടത്. അപ്പോൾ കുറേ നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പിള്ളേരുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടി പിള്ളേരുടെ പരിപാടി തുടങ്ങി കേട്ടോ. ആദ്യം ഈ ഒരു ഡാൻസ് ആയിരുന്നു, ഒരു കപ്പിൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അടുത്ത് നമ്മുടെ താരത്തിൻ്റെ പാട്ട് വന്നു കേട്ടോ. ഇതിൽ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ LKG UKG ഒരുമിച്ചായിരുന്നു കേട്ടോ. ഇവളേക്കാൾ പൊക്കമുള്ള പിള്ളേരെ കയറ്റി ഫ്രണ്ടിൽ നിർത്തി, കുഞ്ഞു പിള്ളേരെ പുറകിലും അവർ നിർത്തിയിട്ടോന്നേ. അതുകൊണ്ട് കൊച്ചിനെ ഒട്ടും കളിക്കുന്ന കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയിട്ട് ടീച്ചറിനോട് പറയുകയും ചെയ്തു കേട്ടോ. കാരണം വലിയ പിള്ളേരെ ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ കാണാൻ പറ്റത്തില്ല. ദൈവട്ടിനും ഒട്ടും കാണത്തില്ലായിരുന്നു കേട്ടോന്നേ. പക്ഷെ അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ അവൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോന്നേ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അവളെ കാണാൻ പറ്റാതിരുന്നപ്പോഴത്തേനും. കാരണം പുറകെ നിർത്തിയെന്ന് പറഞ്ഞാലും കാണുന്ന രീതിയിൽ തന്നെ ചെരിഞ്ഞ് നിർത്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾക്ക് അത് കളിക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് അവളുടെ കയ്യിലേ ഊരിപ്പോയി കേട്ടോ. കയ്യിലേ ഊരിപ്പോയപ്പം അവളത് നോക്കി കുറച്ച് നേരം നിന്നെങ്കിൽ അവൾ പിന്നീട് അത് ബാക്കി കളിച്ചു കിട്ടുമെന്ന് എനിക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നി. കാരണം തൊട്ടിപ്പുറം നിന്ന് അവളുടെ കൂട്ടുകാരിയുടെയും പോയപ്പം കൂട്ടുകാരി ടീച്ചറിൻ്റെ അങ്ങോട്ടേക്ക് ഓടി അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവളതും അവളത് കൈ പിടിച്ചുകൊണ്ട് കളിക്കാനുള്ളൊരു ബോധം അവൾക്കുണ്ടായി. അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോന്നേ. ചിലപ്പോൾ അങ്ങനെ പോകും. കടുപ്പം കുറച്ച് മതിയേ.